എനിക്ക് തക്കാളിച്ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടലിന് നൊയമ്പിന്റെ സമയമായതുകൊണ്ട് കറികളും ഒക്കെ പലതരത്തില് ചക്കക്കുരു മാങ്ങയും ചക്കക്കുരു ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങ് ഒരു ബോറടിച്ചു തുടങ്ങിയപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ ഇപ്പൊ ഈ തക്കാളിച്ചോറൊക്കെ അങ്ങനെ ഓരോ വെറൈറ്റി ഐറ്റംസ് അങ്ങ് ചെയ്യാന്ന്. പിന്നെ എല്ലാ ഇച്ചിരി പപ്പടവും പിക്കിളും ഒക്കെ ഓൾറെഡി കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പൊ പിന്നെ അത് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെറൈറ്റി ആയി ഒരു ചേഞ്ചിന് അല്ലേ. പിന്നെ ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് ചക്ക കൊണ്ടും പല വിഭവങ്ങളും ഇപ്പോൾ ഡെയിലി ഉണ്ടാക്കണുണ്ട്. ഇന്ന് വൈകിട്ടും ചക്ക കൊണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണെന്നാണ് അമ്മ പറഞ്ഞത്. എന്താണെന്ന് വഴിയെ നിങ്ങൾക്ക് കുഞ്ഞു വ്ലോഗില് കാണാം. ചക്കപ്പഴം കൊണ്ടാട്ടോ ചെയ്യണത്, അത് പിന്നാലെ വരും അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാട്ടോ ഇന്നത്തെ ദിവസം. എന്താ അമ്മ രാവിലെ തന്നെ പണി? ഇന്ന് രാവിലെ എന്നാന്നോ നമ്മൾ ഉച്ചത്തേക്ക് ഊണിന് അച്ചിങ്ങ പൊളിച്ച് തയ്യാറാക്കുക. അതായത് നാടൻ പയറ് നമ്മള് മേടിച്ചത് ഒടിച്ചു പൊളിച്ച് ഇങ്ങനെ വേവിച്ച് ഉലർത്തണം. കുഞ്ഞ ടേസ്റ്റ് ഉള്ള നാടൻ പയറ് കാണാമോ? അതെ, അത് ഒടിച്ചു പൊളിച്ച് നമുക്ക് വേവിച്ച് ഉലർത്തി കളയാം. അതിനുള്ള പണിയാണ്. ഇതെനിക്കുള്ള തക്കാളിച്ചോറ് അമ്മ രാവിലെ തന്നെ വേവിക്കുക. എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ ഒരു ചെറിയ പാത്രത്തിൽ തക്കാളിച്ചോറ് ഇട്ടിട്ട് വേവിക്കുക. അരി വേവിക്കുക, തക്കാളിച്ചോറിനായിട്ടുള്ള അരി വേവിക്കുക. അടിപൊളി തക്കാളി ചോറ് റെഡിയായി. മല്ലിയില ഇരിപ്പില്ല, അല്ലെങ്കിൽ ഇച്ചിരി മീതെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇടായിരുന്നല്ലേ. കാരണം ഇപ്പൊ സ്റ്റോക്കുകളെല്ലാം പരിമിതമല്ലേ, കൊറോണയുടെ സീസൺ അല്ലേ. ഇപ്പൊ നമുക്ക് ഇനി കഴിച്ചാൽ മതി, ചൂടോടുകൂടി എടുത്ത് കഴിച്ചോ. അപ്പൊ നല്ല ചൂട് തക്കാളി ചോറ് ദേ അമ്മ ഇവിടെ എനിക്ക് ഓൾറെഡി ഇട്ട് വെച്ചേക്കാണ്. ഞാന് ദേ കഴിക്കാൻ പോയി. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി സ്വാദാണ്. അപ്പൊ ഞാനിത് കഴിക്കാൻ പോട്ടെ. നമ്മുടെ പതിവ് പോലെ പിന്നാമ്പുറത്തിരുന്നാണ് നമ്മുടെ കഴിപ്പത്. ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു രസം ഒന്ന് വേറെ തന്നെയാണ്. ഞാനിവിടെ തക്കാളിച്ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ അമ്മയ്ക്ക് 1-2 ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാനുണ്ടായിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വരിക്കച്ചക്ക കൊണ്ടുള്ള ഒരു ചക്കപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ നേരത്തെ തന്നെ ചക്ക ഉരിഞ്ഞു വെക്കുകയാണ്. നല്ല പാകം പഴുപ്പാ അല്ലേ. അതെ, നല്ല മണം, നല്ല ചക്കയാ. ഞങ്ങൾക്ക് കിട്ടിയ ചക്കയാട്ടോ ഇത്. അതെ, അപ്പൊ വൈകുന്നേരം ആയപ്പോ ചക്ക ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നല്ലോ ചക്കപ്പഴം, അത് ഇരുന്നത് ചെറുതായിട്ട് മാക്സിമം എത്രയും ചെറുതാക്കാവോ അത്രയും നല്ലതാട്ടോ. അങ്ങനെ ചെറുതായിട്ട് നമ്മൾ അരിയുവാണ്. അത് ശരി, അരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള മിക്സിംഗ് ഒക്കെ, പിന്നെ പൊടി തേങ്ങ അത് നമുക്ക് കാണാം. അതെ, അപ്പൊ ഇത്രയും നൈസായിട്ടാണ് നമ്മൾ അരിയണേ അല്ലേ, എന്നാലാണ് ചക്കപ്പുട്ടിന് അത് കറക്റ്റ് ആവുള്ളൂ മിക്സിങ്. അതെ, ഇപ്പൊ ഉച്ച ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. 3 മണി കഴിഞ്ഞു. രാവിലെ തന്നെ നമ്മൾ ഈ ചോളയൊക്കെ ചക്കയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചായിരുന്നല്ലോ നമ്മള്. അപ്പൊ പിന്നെ അരിഞ്ഞാ മതിയല്ലോ. അതെ, പണി കഴിഞ്ഞപ്പോ ചൊള അങ്ങ് ഉരിഞ്ഞെടുത്ത് വെച്ചതാ, ചക്കയിൽ നിന്ന് എടുത്ത് വെച്ച്. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞെടുത്താൽ മതിയല്ലോ. അതാ പുറത്തിരുന്നാണല്ലോ അമ്മയിന്ന് അരിയണേ, ചൂടായതുകൊണ്ടാ. ഇവിടെ ഇരിക്കാന്ന് കരുതി, ഏറെത്ത് വലിയ വെയിലില്ലല്ലോ, അത് കാരണം ഇവിടെ ഇരിക്കാന്ന് കരുതി. കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞങ്ങനെ അരിയ. ചക്കപ്പുട്ടിനുള്ള പ്രിപ്പറേഷനാണ്. തേങ്ങ അതെ, ചക്കപ്പുട്ടിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി ഫുൾ ചിരണ്ടിട്ടുണ്ട്, തേങ്ങ ചിരണ്ടി. പിന്നെ ചക്ക നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ ആദ്യം, ചക്കക്കുരു അരിഞ്ഞു വെച്ചേക്കണത്. പിന്നെ അത് നനയ്ക്കാനായിട്ടുള്ള വെള്ളം കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്, പൊടി നനയ്ക്കാനുള്ള വെള്ളം. പൊടി ഇതേ പുട്ടിന്റെ പൊടി ഈ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് അരിപ്പൊടി, പുട്ടിന്റെ വറുത്ത പൊടി, അരിപ്പൊടി പുട്ടിന്റെ
ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തോളാം. ഉപ്പ് ചേർക്കുക. അപ്പം ആദ്യം നനയ്ക്കാനുള്ള പാത്രത്തിലേക്ക് പൊടിക്കല്ല ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പിട്ടേച്ച് ഒരു സ്വല്പം വെള്ളം അങ്ങ് ഒഴിക്കാം, നനയ്ക്കാം സ്വല്പം. അത് കഴിഞ്ഞേച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞേച്ച് നമുക്ക് പൊടി അങ്ങ് നനയ്ക്കാം, അല്ല തേങ്ങ ഇട്ട് തിരുമാം. ഒരു പിടി തേങ്ങയാണ് ആദ്യം ഇടുന്നത്. അത് അങ്ങനെയൊന്നുമില്ല, അവനവൻ്റെ ടേസ്റ്റിന് എത്ര വേണോന്ന് വെച്ചാൽ അതനുസരിച്ച് തേങ്ങ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കണക്കുള്ളത് ഇതുണ്ട്, 3 കണക്ക് കഷ്ടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് തേങ്ങ ചേർത്തു. നീ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പിടിയല്ലേ തേങ്ങ ഇട്ടിരിക്കുന്നത്? അതെ ജസ്റ്റ് ചുമ്മാ ഒന്ന് തിരുമുക. കണ്ട കൈ കൊണ്ട ചുമ്മാ ജസ്റ്റ് സാധാരണ പുട്ടി ഇടുന്ന പോലെ. അത് നമ്മൾ ഒരുപാട് പുട്ടിന്റെ കാണിച്ചിട്ടുണ്ടല്ലോ. അതെ, പൊടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഫുൾ പൊടി ചേർത്തു. എന്നിട്ട് നനവ് നോക്കുക, തിരുമേച്ച് പാകം, വെള്ളവും പാകം. ഇച്ചിരി വെള്ളവും കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് ഒന്ന് നനവിൽ നോക്കട്ടെ കേട്ടോ. ഇച്ചിരി കൂടെ വേണം, ഒഴിക്കട്ടെ. ഇച്ചിരി നനവ്. അത് പുട്ട് നനയ്ക്കുന്നത് അറിയാമെന്നേ, ഞാൻ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുട്ടിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, അല്ല പുട്ട് ചുടാനുള്ളത് വെള്ളം ഒഴിച്ച് പൊടി നനയ്ക്കണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇനി ഇത് മതി. ഇനി നമ്മളെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇനി പുട്ടുകണ്ണ എടുക്കട്ടെ കേട്ടോ. പുട്ട് വെച്ചിരിക്കുന്നു, കണ്ണ എടുക്കട്ടെ. കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചാട്ടോ പുട്ട് പുഴുങ്ങി എടുക്കണത്. കണ അതിൽ വെച്ച് അതുകൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് അടച്ചു വെച്ച് വെള്ളം തികഞ്ഞു വരാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് കണയിലേക്ക് പൊടിയൊക്കെ ഇടാം. പോരെ, നമുക്ക് പൊടി ഇടുന്ന കാണിക്കാം. അതെ, ഇവിടെ എല്ലാം സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ആദ്യം കുറച്ച് തേങ്ങാപ്പീര ഇടണം. അത് ടേസ്റ്റിന് വേണ്ടിയാട്ടോ തേങ്ങാപ്പീര. പിന്നെ നമ്മൾ നനച്ചു വെച്ചിരിക്കുന്നത് പൊടി കുറച്ച് ചേർക്കണം. പുട്ടിന് നനച്ചു വെച്ചിരിക്കുന്ന പുട്ടിന്റെ പൊടി കാണാമോ? കാണാം. ചുമ്മാ അങ്ങ് ചേർത്താൽ മതി. കുറച്ച് അതിലേക്ക് ഇട്ടു. അത് മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെയിൻ കഥാപാത്രം എന്തെന്നാ, ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കുക. കുറച്ച് ഇനി തേങ്ങ ഇടുക. ഇനി സ്വല്പം തേങ്ങ മതി, സ്വല്പം മതി തേങ്ങ. അത് കഴിഞ്ഞിട്ട് പൊടി വീണ്ടും. പൊടിയാണ് കൂടുതൽ വേണ്ടത്. അപ്പൊ ഇങ്ങനെ ലെയറായിട്ട് കിട്ടും. അതിന് വേണ്ടിയാട്ടോ. പൊടിച്ച് എടുക്കേണ്ടവർക്ക് ഒരു കഷ്ണം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലേ? എടുക്കാം പൊടി കേട്ടോ. ഇനി സ്വല്പം ചക്ക അരിഞ്ഞത്, വീണ്ടും ചക്ക. ഇനി അതിന്റെ മേലെ ഇച്ചിരി തേങ്ങയും കൂടെ ഇടാം. അതോടുകൂടി നമ്മുടെ ഇത് നിറഞ്ഞു. അതെ, പുട്ട് കണ നിറഞ്ഞു. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഇതിലേക്ക് വെക്കാം. വെച്ചോളൂ. വെച്ച് മൂടുക കേട്ടോ. മൂടിക്കോ. ഇനി അവിടെ ഇരുന്നാവട്ടെ കേട്ടോ. 3 മിനിറ്റ്. വെള്ളം തികഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റ് മതി. തികഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടായിട്ടേ ഉള്ളൂ. വന്നേച്ച് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവിടെ വേറെ എന്തോ ചെയ്യുന്നുണ്ടല്ലോ. ചട്ടപ്പുട്ട്. അടിയിൽ സ്വല്പം തേങ്ങ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പതിവ് ചക്ക പരേതാ അരിപ്പൊടി. ചക്ക ഇട്ട് കഴിഞ്ഞിട്ട് പൊടി, വീണ്ടും തേങ്ങ. പിന്നെ ചക്ക ഇടാനുള്ള സ്ഥലം ഇതിലില്ല. നമുക്ക് തേങ്ങ ഇടാം, അല്ലേ? തേങ്ങ ഇടാം. ഇത് ചെറ്റപ്പുട്ടാകുമ്പോ ചെറിയ ഇതല്ലേ, അത്രയല്ലേ ഉള്ളൂ. പോരെ, മതി. ഇതിന്റെ മീതെ ചക്ക ഈ വിരകണം ഇച്ചിരി വേണമെങ്കിൽ സ്വല്പം. അതെ, മതി. ഇനി അത് എടുക്കുമ്പോ നമുക്ക് ഇത് വെക്കാട്ടോ. മറ്റേത് നമുക്ക് എടുക്കാറായില്ലേ? ആവി വന്നു. ഒരു മിനിറ്റ് ആയി ആവി വന്നിട്ട്. അതിങ്ങ് എടുത്താലോ? എടുത്തിട്ട് മറ്റേത് വെക്കാം. എടുക്കുവാണേ. ജസ്റ്റ് നല്ല മറ്റേത് വെച്ചോളൂ. അതിലേക്ക് ആവി അടിക്കാതെ എല്ലാവരും ശ്രദ്ധിക്കണോട്ടോ ഇത് വെക്കില്ല. ആവി നന്നായിട്ട് വന്നിരിക്കുന്നത് അവിടെ ഇരുന്ന് അത് വായിക്കോളും. ഹായ്, നമ്മുടെ ചക്കപ്പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വേഗം കുത്തിയിട്ടോ. എന്തായിന്ന് നോക്കട്ടെ. അടിപൊളി കണ്ടോ? ഇതുപോലെ ലെയറായിട്ട് ഇങ്ങനെ വരും. ആവി പൊങ്ങണുണ്ട്. ഇത് ചിരട്ടപ്പുട്ട്.
കമത്തട്ടെ? കമത്തിക്കോ കമത്തിക്കോ. അടിപൊളി, രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. അപ്പുറത്ത് ചേട്ടപ്പുട്ട്, ഇപ്പുറത്ത് കടപ്പുട്ട്. അത് നമ്മൾ ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. ഈ നടുക്കുള്ള ഭാഗം ചക്കയോട് കൂടി ഒരാളെടുക്കുക, ഒരാൾ മറ്റേതെടുക്കുക, പിന്നെ ഇത് ആവശ്യമുള്ളവർ ഇതെടുക്കുക. ഞങ്ങൾ സ്വല്പം ഇതുണ്ടാക്കിയുള്ളൂ, കാരണം ഒരു വെറൈറ്റി പുട്ടല്ലേ, ടേസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് അല്ലേ. ചക്കപ്പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ അമ്മ ഇവിടെ കിച്ചണിൽ വീണ്ടും അടുത്ത പണി തുടങ്ങിയതേ. ഇവിടെ ഇരിക്കുന്നു നമ്മുടെ രാവിലെ നമ്മൾ കാണിച്ചില്ലേ അച്ചിങ്ങ ഒടിച്ചു പൊളിക്കണേ. അച്ചിങ്ങ വളർത്തുക കണ്ട. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അച്ചിങ്ങ പ്രഷർ കുക്കറിലാണല്ലേ വേവിക്കണേ. ഇത് വൈകുന്നേരത്തേക്കാണ്. വൈകുന്നേരം അവൻ കാത്തിരിക്കുക ഊണ് കഴിക്കാൻ. അതെ അതെ, നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ അച്ചിങ്ങ. വെറുതെ കഴിക്കാൻ തന്നെ രസമായിരുന്നു. ബ്രെഡിന്റെ ഉള്ളിൽ സാൻഡ്വിച്ച് ഒക്കെ ആയിട്ട് കഴിക്കാനും നല്ലതാ, ടോസ്റ്റ് ചെയ്തിട്ട്. അതെ 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 അതെ. അതെ, അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകും കുരുമുളകും ഒക്കെ ചതച്ച് വെച്ചു. ഞാൻ ചീനിച്ചട്ടിയിൽ ഓൾറെഡി പടവലങ്ങി ഉലർത്തിയ ചീനിച്ചട്ടി കഴിയില്ല കേട്ടോ. പിന്നെ ആ ചട്ടിയിൽ നിന്ന് അത് കോരി വെച്ചേച്ച് അതിലേക്ക് തന്നെ ഉള്ളി ഇട്ടതാ. ഇനിയിപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത് മൂപ്പിച്ച് പുലർത്താം. വെറുതെ കഴുകിക്കളയേണ്ട കാര്യമില്ല. ഇത് ഞാൻ മാറ്റി അടുപ്പത്തേക്ക് ഇത് കേറ്റാട്ടോ. വൈകുന്നേരം ആയപ്പോൾ ചക്കപ്പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇവിടെ 1-2 കപ്ലങ്ങയുടെ തൈയൊക്കെ നടാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ, ഞങ്ങളുടെ കൃഷിപ്പണിയൊക്കെ. അപ്പം ഇവിടെ ഇത് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചുമ്മാ ചുറ്റുമൊക്കെ നോക്കിയപ്പോൾ ദേ ഒരു ഞാലിപ്പൂവൻ കൊല കണ്ടു. അതിൻ്റെ കൂമ്പ് അപ്പം തന്നെ പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ. കാരണം കൂമ്പ് അതിനകത്ത് ഇനി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല ഉരുളില്ല എന്നാണ് പറയണേ. അപ്പോൾ ഞാനത് വേഗം തന്നെ കൂമ്പ് പൊട്ടിച്ചപ്പോൾ അത് വേഗം തന്നെ പോയി എടുത്തു. നിങ്ങൾ അതിനകത്ത് തേനൊക്കെ ഉണ്ടെങ്കിൽ തേനൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ കരുതിയിട്ടാണ്. ഇതിൻ്റെ അകത്തൊരു പൂവുണ്ട്, ആ പൂവിൻ്റെ ഉള്ളിലാണ് തേനിരിക്കണേ. അപ്പോൾ അതിനകത്ത് ഇത് പിഞ്ചാണ്, പിഞ്ചായതുകൊണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ദേ നോക്കുകയാണ്, പിഞ്ചാണ്, തീരെ ഇല്ലാന്ന് തോന്നുന്നു. കുറച്ചുണ്ടായിരുന്നു കേട്ടോ, ഒരു തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല മധുരമാണ് അതിൻ്റെ ഉള്ളിലെ തേനെ, നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. പണ്ട് ചെറുപ്പത്തിലേക്ക് സ്ഥിരം അതിങ്ങനെ പറിച്ച് കഴിക്കായിരുന്നു. ഓരോ ഇതിൽ പറിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ തേനിരിപ്പുണ്ട്. ദേ ഇപ്പുറത്തെ കപ്പളത്തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കപ്പളത്തൈ ആ കുഴിയിൽ വെച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടു, ഉണങ്ങിയ ചാണകപ്പൊടി, പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 ചോടുണ്ടായിരുന്നു കേട്ടോ. ചാണകത്തിൽ കിടക്കുന്ന ചാണകപ്പുഴുവിനെ കണ്ടിട്ടുണ്ടോ? ചാണകം ഇങ്ങനെ കൂന കൂട്ടിയിട്ടേക്കുമ്പോൾ സാധാരണയായിട്ട് അതിനകത്ത് കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ ചാണകപ്പുഴു. ചാണകമാണ് അതിന്റെ ഭക്ഷണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെള്ളം ഒഴിക്കുകയും ചെയ്യും, ആ വെള്ളം കുടിക്കാനായിട്ടാണ്. ചെറിയൊരു നനവുണ്ടെങ്കിൽ ആ നനവ് കൂടുതൽ സമയത്തേക്ക് നിൽക്കും. ഓ, ചകിരി കുടിച്ചു നിൽക്കൂല്ലേ? ചുറ്റും വെക്കണ്ടേ? അപ്പോ ഇത്ര മതിയോ? മേൽമണ്ണ് വളമുള്ള മണ്ണ്. ഏതാ അടിമണ്ണ്? അടിമണ്ണ് ഇത് കറുത്തിരിക്കുന്ന മണ്ണാണ്. മേൽമണ്ണ് കുഴിച്ചപ്പോ ഉണ്ടായിരുന്ന മണ്ണ് ഇപ്പൊ ഇടുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വളമുണ്ട്. ഓ, അപ്പൊ അത് ചെടിക്ക് അടിമണ്ണ് മേലെ ഇടും നട്ട് കഴിയുമ്പോ. കാരണം അടിമണ്ണ് അന്നേരം വീണ്ടും വളം ഉണ്ടാകും വരും. കണ്ടയും വെള്ളമൊക്കെ കിട്ടി. ഓൾറെഡി വളമുള്ള മണ്ണ് ചെടിക്ക് വേണം. അത് ചെടിക്ക് കിട്ടത്തക്ക രീതിയിൽ ആദ്യം ഇട്ടു. കരിയില ഇടുന്നത് ചൂടുണ്ടാവാതിരിക്കാനാണോ? ചൂട് തട്ടാതിരിക്കാൻ. ഓ, അത് ശരി. അതിന്റെ ചോട് എപ്പോഴും തണുത്ത് കിടക്കും. ഇനി വെള്ളം ഒഴിക്കണം.
ഇച്ചിരി ചെരിവുണ്ടല്ലോ. തന്നെ വെയിൽ കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ ഒരു കൊളക്കോഴി നിൽപ്പുണ്ട്. ആ കൊളക്കോഴിയുടെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കണേ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് ഓടി പോകട്ടോ. അപ്പോൾ ദേ ആ ശബ്ദം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണേ. കേൾക്കണ്ടോ? അതന്നെ. ഇട്ടേക്കണ ചകിരി അബ്സോർബ് ചെയ്യും. അതാണ് ചകിരി ഇട്ടാനുള്ള ഗുണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കാര്യവും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത കാരണം അതൊന്നും ഇതിനകത്ത് വീണ്ടും റിപ്പീറ്റായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.